നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആണ്. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിച്ച് നമുക്ക് ഒന്നിൽ കൂടുതൽ കണ്ടീഷൻ നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. ഉദാഹരണമായി ഞാനിവിടെ ആദ്യമായി പഠിക്കുന്നത് നമ്മൾ ആൻഡ് എന്ന് പറയുന്ന ഓപ്പറേറ്ററാണ്. സോ ആൻഡ് എന്ന് പറയുന്ന ഓപ്പറേറ്ററിൽ നമ്മൾ ആദ്യം ചെയ്തത് നമ്മൾ ഡാറ്റാബേസ് സെലക്ട് ചെയ്തു, അതിനുശേഷം ടേബിൾ സെലക്ട് ചെയ്തു, അതിനുശേഷം വേറെ എന്ന് പറയുന്ന ക്ലോസ് കൊടുത്ത ശേഷം ഏജ് 18 ആൻഡ് പ്ലേസ് എറണാകുളം. സോ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഏജ് 18 പ്ലേസ് എറണാകുളം ഉള്ള സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് മാത്രം നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ രണ്ട് കണ്ടീഷനും ട്രൂ ആയാൽ മാത്രമേ നമുക്ക് ആ റിസൾട്ട് ലഭിക്കൂ. അതാണ് ആൻഡ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന രണ്ട് കണ്ടീഷനും ശരിയായാൽ മാത്രമേ നമുക്ക് റിസൾട്ട് ലഭിക്കുകയുള്ളൂ. സോ നമുക്കിത് സെലക്ട് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാം. എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് കണ്ടീഷനും ട്രൂ ആയിട്ടുള്ള ഒരൊറ്റ റെക്കോർഡ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അതായത് ഏജ് 18 പ്ലേസ് എറണാകുളമുള്ള ഒരു സ്റ്റുഡൻറ്റ് മാത്രമേ നമ്മുടെ ടേബിളിലുള്ളൂ. അതായത് മഞ്ജു എന്ന് പറയുന്ന സ്റ്റുഡൻറ്റ് മാത്രമേ ഉള്ളൂ. ഇനി അതുപോലെ എനിക്ക് ഈ ഏജ് 20 പ്ലേസ് എറണാകുളം വേണമെങ്കിൽ സോ നമ്മൾ ഇങ്ങനെ കൊടുത്ത ശേഷം എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്റ്റുഡൻ്റ് ഉണ്ട്, അഖിൽ, ഏജ് 20 പ്ലേസ് എറണാകുളം. സോ ഇത്തരത്തിൽ നമുക്ക് ആൻഡ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് രണ്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യാം. രണ്ട് കണ്ടീഷനും ട്രൂ ആണെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ റിസൾട്ട് ലഭിക്കുകയുള്ളൂ. ഉദാഹരണമായി ഞാനിവിടെ 25 എന്ന് കൊടുക്കുന്നു, ഇല്ലാത്തൊരു റിസൾട്ട് കൊടുത്ത് നോക്കാം. സോ സെലക്ട് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. സോ നമുക്ക് റിസൾട്ട് ഒന്നും ലഭിക്കുന്നില്ല. സോ അതായത് 25 ഏജും പ്ലേസ് എറണാകുളമായിട്ടുള്ള ഒരൊറ്റ സ്റ്റുഡൻറ്റും നമ്മുടെ ടേബിളിൽ ഇല്ല എന്നാണ് ഇതിനർത്ഥം. അടുത്ത ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ബിറ്റ്വീൻ എന്ന് പറയുന്ന ഓപ്പറേറ്ററാണ്. സോ അത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മളൊരു കണ്ടീഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ രണ്ട് കണ്ടീഷനും ഇടയിലുള്ള ഡീറ്റെയിൽസ് നമുക്ക് ലഭിക്കുന്നു. സോ നമ്മളിവിടെ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ടേബിൾ സെലക്ട് ചെയ്തു, ക്ലോസ് വേറെ കൊടുത്തതിന് ശേഷം ഏജ് ബിറ്റ്വീൻ 25 ആൻഡ് 30. 25നും 30ക്കും ഇടയിലുള്ള ഏജുള്ള സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ഞാനിവിടെ സെലക്ട് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നു. സോ 25നും 30ക്കും ഇടയിൽ ഒരു സ്റ്റുഡൻറ്റ് മാത്രമേ ഉള്ളൂ. സോ ഞാനിവിടെ 20 ആൻഡ് 30 കൊടുത്തു കഴിഞ്ഞാൽ ബിറ്റ്വീൻ 20 ആൻഡ് 30, ഇവിടെ നമ്മൾ ബിറ്റ്വീനും ഉപയോഗിച്ചിട്ടുണ്ട്, ആൻഡ് എന്ന് പറയുന്ന ഓപ്പറേറ്ററും ഉപയോഗിച്ചിട്ടുണ്ട്. സെലക്ട് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 20ക്കും 30ക്കും ഇടയിലുള്ള ഇത്തരം സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി എനിക്ക് 10 ആൻഡ് 20 ആണെങ്കിൽ 10 ആൻഡ് 20 സെലക്ട് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ 10നും 20ക്കും ഇടയിലുള്ള ഡീറ്റെയിൽസ് എനിക്ക് ലഭിക്കുന്നതായിരിക്കും. ഇത്തരത്തിൽ നമുക്ക് ബിറ്റ്വീൻ ആൻഡ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് നമുക്ക് രണ്ട് വാല്യൂസിനിടയിലുള്ള റെക്കോർഡ്സ് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അടുത്തതാണ് എക്സിസ്റ്റ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ. എക്സിസ്റ്റ് എന്ന് പറയുന്ന ഓപ്പറേറ്ററിന് ശേഷം നമ്മൾ കൊടുക്കുന്ന ഈ ഒരു ക്വറി, അതായത് ഇതിനെ സബ് ക്വറി എന്ന് പറയും. ഈ സബ് ക്വറി ട്രൂ ആണെങ്കിൽ നമുക്ക് നമ്മുടെ ടേബിൾ ഷോ ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ടേബിൾ ഷോ ചെയ്യുന്നതായിരിക്കില്ല. ഇത് ഇങ്ങനെ ഒരു ഡീറ്റെയിൽസ് അതിലുണ്ടോ എന്ന് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ കൊടുത്തത് നമ്മുടെ സബ് ക്വറി എന്ന് പറയുന്നത് സെലക്ട് ഏജ് ഫ്രം സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ടേബിളിലെ കോളം ഏജ് നമ്മൾ സെലക്ട് ചെയ്തു. അതിൽ ഏജ് ഗ്രേറ്റർ ദാൻ 20 ഉള്ള റെക്കോർഡ് ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഉണ്ടെങ്കിൽ ആ ടേബിൾ മുഴുവനായിട്ടും നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സോ സെലക്ട് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുഴുവൻ റെക്കോർഡും ലഭിക്കുന്നതായിരിക്കും. സോ ഇനി ഏജ് ഗ്രേറ്റർ ദാൻ 40 കൊടുത്തു കഴിഞ്ഞാൽ 40 വയസ്സിന് കൂടുതലുള്ള ആരെങ്കിലും ആ സ്റ്റുഡൻറ്റ് ടേബിളിൽ ഉണ്ടെങ്കിൽ നമുക്ക് മുഴുവനും റെക്കോർഡ് ലഭിക്കുന്നതായിരിക്കും. സോ അങ്ങനെ ആരുമില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് റെക്കോർഡൊന്നും ലഭിക്കുന്നില്ല. സോ എക്സിസ്റ്റ് എന്നത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മൾ കൊടുത്ത സബ് ക്വറി ട്രൂ ആണെങ്കിൽ അത്തരം ഒരു റെക്കോർഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഡീറ്റെയിൽസ് ലഭിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് വരുന്നത് ഇൻ എന്ന് പറയുന്ന ഓപ്പറേറ്ററാണ്. സോ ഇൻ എന്ന് പറയുന്ന ഓപ്പറേറ്റർ ഉപയോഗിച്ച് നമുക്ക് ബ്രാക്കറ്റിൽ ഇതുപോലെ നമ്മുടെ പാരാമീറ്റേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ആ പാരാമീറ്റേഴ്സ് എല്ലാം ഉള്ള ഡീറ്റെയിൽസ് റെക്കോർഡ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സോ നമ്മളിവിടെ ചെയ്തത് സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ടേബിൾ സെലക്ട് ചെയ്തു, അതിൽ പ്ലേസ് നമ്മൾ മലപ്പുറം ട്രിവാൻഡ്രം കൊടുത്തു. സോ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ട്രിവാൻഡ്രവും മലപ്പുറവും ഉള്ള എല്ലാവരുടെ ഡീറ്റെയിൽസ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സോ നമ്മളതിന് ഉപയോഗിക്കുന്നത് ഇൻ എന്ന് പറയുന്ന ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത്. അതിനുശേഷം ബ്രാക്കറ്റിനുള്ളിലാണ് നമ്മുടെ ഡാറ്റ നമ്മൾ കൊടുക്കുന്നത്. സോ സെലക്ട് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാം. സോ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മലപ്പുറത്തും ട്രിവാൻഡ്രത്തുമുള്ള ആളുകളുടെ ഡീറ്റെയിൽസ് ലഭിക്കും. സോ ഞാൻ കോമ കൊടുത്ത ശേഷം തൃശ്ശൂർ എന്നുകൂടി കൊടുക്കാം, തൃശ്ശൂർ. സോ എക്സിക്യൂട്ട് ചെയ്യാം, സെലക്ട് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാം. സോ ഇപ്പോൾ നമുക്ക് തൃശ്ശൂർ ഉള്ളവരുടെ ഡീറ്റെയിൽസ് കൂടി ലഭിക്കും. സോ ഇങ്ങനെ നമുക്ക് ഇൻ കൊടുത്ത് അതിനുള്ളിൽ നമ്മുടെ ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ ആ ഡാറ്റയുമായി മാച്ച് ആവുന്ന എല്ലാ റെക്കോർഡും നമുക്ക് ലഭിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്ന ഓപ്പറേറ്റർ ലൈക്ക് എന്ന് പറയുന്ന ഓപ്പറേറ്ററാണ്. സോ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ഡാറ്റയോട് സാമ്യമുള്ള ഏതെങ്കിലും ഡാറ്റ അതിലുണ്ടെങ്കിൽ നമുക്ക് ആ റെക്കോർഡ് ലഭിക്കുന്നതായിരിക്കും. ഉദാഹരണമായി നമ്മൾ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ടേബിളിലെ സ്റ്റുഡൻറ്റ് നെയിം സെലക്ട് ചെയ്തു, അതിനുശേഷം ലൈക്ക് എന്ന് കൊടുത്ത ശേഷം നമ്മൾ അഖിൽ എന്ന് കൊടുത്തു. സോ നമുക്ക് അഖിൽ എന്ന് സ്റ്റുഡൻറ്റ് നെയിം ഉള്ള റെക്കോർഡെല്ലാം ലഭിക്കുന്നതായിരിക്കും. നമുക്ക് സെലക്ട് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാം. സോ നമുക്ക് അഖിൽ എന്ന പേരിലുള്ള 2 പേരുണ്ട്. സോ അത്രയും ആളുടെ ഡീറ്റെയിൽസ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ഇനി ഉദാഹരണമായി ഇവിടെ നമുക്ക്
എ പെർസെൻറ്റേജ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആൽഫബറ്റ് എയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പേരിലുള്ള എല്ലാ റെക്കോർഡും നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സോ സെലക്ട് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം അഖിൽ അനീഷ് എയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റുഡൻറ്റ് നെയിം ഉള്ള റെക്കോർഡെല്ലാം നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ നമ്മൾ എം കൊടുത്തു കഴിഞ്ഞാൽ എമ്മിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഡീറ്റെയിൽസ് ലഭിക്കുന്നതായിരിക്കും. സോ എമ്മിൽ നമുക്ക് മഞ്ജു എന്ന് പറയുന്ന സ്റ്റുഡൻറ്റ് മാത്രമേ ഉള്ളൂ. സോ അതുപോലെ നമ്മൾ പെർസെൻറ്റേജ് അതിനുശേഷം എ കൊടുത്തു കഴിഞ്ഞാൽ എയിൽ അവസാനിക്കുന്ന പേരുള്ള സ്റ്റുഡൻറ്റ് നെയിമുള്ള ഡീറ്റെയിൽസ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സെലക്ട് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാം. സോ എയിൽ അവസാനിക്കുന്ന ആരുമില്ല. സോ ഞാനിവിടെ എച്ച് കൊടുക്കാം. എച്ച് കൊടുത്ത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എച്ച് എന്ന് പറയുന്ന ആൽഫബറ്റിൽ അവസാനിക്കുന്ന പേരുള്ളവരുടെ ഡീറ്റെയിൽസ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്കിവിടെ കാണാം എച്ച്. അതുപോലെ നമ്മൾ രണ്ട് സൈഡിലും പെർസെൻറ്റേജ് കൊടുത്ത് അതിനുള്ളിൽ ഒരു ലെറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഞാനിവിടെ ഒ എന്ന് കൊടുത്തു. സോ ഒ എന്ന അക്ഷരം പേരിലുള്ള എല്ലാവരുടെയും ഡീറ്റെയിൽസ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അത് ആദ്യമായാലും അവസാനമായാലും മിഡിലായാലും ഒ എന്നൊരു അക്ഷരം ഒരാളുടെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ പേരിലുണ്ടെങ്കിൽ ആ ഒരു റെക്കോർഡ് നമുക്കിവിടെ ലഭിക്കുന്നതായിരിക്കും. സോ സെലക്ട് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം സന്തോഷിൽ ഇവിടെ ഒരു ഒ ഉണ്ട്. അതുപോലെ ജോണിൽ ഇവിടെ ഒരു ഒ ഉണ്ട്. സോ ഒ എന്ന ആൽഫബറ്റുള്ള സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതിന് നമ്മൾ ചെയ്യേണ്ടത് രണ്ട് സൈഡിലും ഇതുപോലെ പെർസെൻറ്റേജ് സൈൻ കൊടുക്കുക. അതുപോലെ നമുക്ക് എ കൊടുത്തു കഴിഞ്ഞാൽ എ ഉള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സോ സെലക്ട് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം എല്ലാ പേരിലും എ എന്ന് പറയുന്ന ലെറ്ററുണ്ട്. സോ ഇത്തരത്തിൽ നമുക്ക് ലൈക്ക് ഓപ്പറേറ്റർ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. സോ നോട്ട് ലൈക്കിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. സോ ഉദാഹരണമായി നമ്മളിവിടെ നോട്ട് ലൈക്ക് അഖിൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റ് നെയിമിൽ അഖിൽ ഒഴിച്ച് ബാക്കി എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, സെലക്ട് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും ലഭിക്കുന്നതായിരിക്കും. സോ അഖിലിൻ്റെ ഡീറ്റെയിൽസ് മാത്രം ലഭിക്കില്ല. സോ അതുപോലെ നമ്മളിവിടെ ഏജ് നോട്ട് ലൈക്ക് 20 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 20 വയസ്സ് ഉള്ള ആളുകളുടെ ഡീറ്റെയിൽസ് ഒഴികെ ബാക്കി എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സോ നമുക്ക് സെലക്ട് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാം. സോ നമുക്ക് ഇതിൽ നമ്മുടെ ഏജ് 20 എന്ന് പറയുന്ന ഏജ് നമുക്കിവിടെ കാണാൻ സാധിക്കില്ല. കാരണം നമ്മളിവിടെ കൊടുത്ത് നോട്ട് ലൈക്ക് എന്ന് പറയുന്ന ഓപ്പറേറ്ററാണ്. ഇത്തരത്തിൽ നമുക്ക് നോട്ട് ലൈക്ക് ഓപ്പറേറ്റർ ഉപയോഗിക്കാം. സോ നമ്മൾ നേരത്തെ കൊടുത്ത സംഭവം ഇവിടെ ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. സ്റ്റുഡൻറ്റ് നെയിം, അതുപോലെ നമ്മൾ ഇവിടെ എ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ എയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റുഡൻറ്റ് നെയിമിൻ്റെ റെക്കോർഡ് ചെയ്യുക, ബാക്കിയെല്ലാം നമുക്ക് ലഭിക്കുന്നതായിരിക്കും. നമ്മൾ ലൈക്കിൽ ചെയ്ത് നേരെ ഓപ്പോസിറ്റ് ആണ്. കാരണം നമുക്കിവിടെ നോക്കിയാൽ കാണാം നമ്മൾ നോട്ട് ലൈക്കാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. സോ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എയിൽ തുടങ്ങുന്ന ഒരൊറ്റ സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ലഭിക്കുന്നതായിരിക്കില്ല. സോ ഇത്തരത്തിൽ നമുക്ക് നോട്ട് ലൈക്ക് ഓപ്പറേറ്റർ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ വരുന്നത് ഓർ ആണ്. ഓർ എന്ന് പറയുന്ന ഓപ്പറേറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത് രണ്ട് കണ്ടീഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആയി കഴിഞ്ഞാൽ ആ ഒരു റിസൾട്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. നമ്മളിവിടെ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ടേബിൾ സെലക്ട് ചെയ്തു. അതിൽ പ്ലേസ് മലപ്പുറം ഓർ ഏജ് 20. സോ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ 20 വയസ്സുള്ളവരുടെ ഡീറ്റെയിൽസും ലഭിക്കും, അല്ലെങ്കിൽ മലപ്പുറം പ്ലേസ് ഉള്ളവരുടെ ഡീറ്റെയിൽസും നമുക്ക് ലഭിക്കും. സോ സെലക്ട് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാം. സോ നിങ്ങൾ കാണാം ആദ്യത്തെ റെക്കോർഡിൽ ഏജ് 20 ആണ്, രണ്ടാമത്തേതിൽ പ്ലേസ് മലപ്പുറമാണ്, മൂന്നാമത്തേതിൽ ഏജ് 20 ആണ്, നാലാമത്തേതിൽ ഏജ് 20 ആണ്, അഞ്ചാമത്തേതിൽ ഏജ് 20 ആണ്. സോ അതുപോലെ നമുക്ക് പ്ലേസ് മലപ്പുറം ഏജ് 25 എന്ന് കൊടുത്ത് നോക്കാം. സെലക്ട് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ റെക്കോർഡ് മാത്രമേ ലഭിക്കുകയുള്ളൂ. അദ്ദേഹത്തിൻ്റെ പ്ലേസും ഏജും 25 ആണ്. സോ നമ്മൾ 18 കൊടുക്കാം. സോ നമുക്ക് രണ്ട് റെക്കോർഡ് ലഭിച്ചു. ആദ്യത്തെ റെക്കോർഡിലെ പ്ലേസ് മലപ്പുറമാണ്, രണ്ടാമത്തെ റെക്കോർഡിലെ ഏജ് 18 ആണ്. ഇത്തരത്തിൽ നമുക്ക് ഓർ ഓപ്പറേറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആയി കഴിഞ്ഞാൽ ആ ഒരു റെക്കോർഡ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതാണ് പ്രധാനപ്പെട്ട ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്.